പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എന്നാൽ അത് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരുതരം പരിഭ്രമം, കാരണമേയില്ലാത്തൊരു ചെറിയ ഭയം, അതേസമയം ഉള്ളിൽ ആർക്കും അറിയാത്ത ആഴമേറിയൊരു വിശ്വാസം. ഇങ്ങനെ പല വികാരങ്ങളും ഒന്നിച്ചു ചേർന്ന വിചിത്രമായൊരു മനസ്ഥിതിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഈ വീഡിയോ നിങ്ങൾ തെരഞ്ഞുപിടിച്ചു വന്നതല്ല, പ്രപഞ്ചം തന്നെയാണ് നിങ്ങളെ തെരഞ്ഞുപിടിച്ച് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ഇത് സ്കിപ്പ് ചെയ്യാമെന്ന് നിങ്ങളുടെ മസ്തിഷ്കം ഒരുപക്ഷെ പറഞ്ഞാലും നിങ്ങളുടെ മനസ്സ് ഇത് മുഴുവനായി കേൾക്കൂ, ഇത് നിനക്കുള്ളതാണ് എന്ന് വളരെ ശക്തമായി നിങ്ങളെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് ഒരു വാക്കുപോലും വിട്ടുപോകാതെ ശ്രദ്ധിച്ചു കേൾക്കൂ. നമ്പാൻ കഴിയാത്ത സമയം ഇതാണ് എന്ന തലക്കെട്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു സംശയം വന്നിട്ടുണ്ടാകാം. എന്റെ ജീവിതത്തിലെല്ലാം തലകീഴായി യാതൊരു വ്യക്തതയുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇതിലെനിക്ക് നമ്പാൻ കഴിയാത്ത എന്ത് സമയമാണ് വരാൻ പോകുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. എന്നാൽ വളരെ ഇരുണ്ടതും ദൈർഘ്യമേറിയതുമായ സമയത്തിനു ശേഷമാണ് വെളിച്ചം വളരെ പ്രകാശത്തോടെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ പുറത്തുവരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പഴയ പാറ്റേണുകൾ ഇപ്പോൾ പൂർണ്ണമായി തകരാൻ പോകുകയാണ്. ആ മാറ്റം തുടങ്ങുന്ന പോയിന്റാണ് ഈ നിമിഷം. കഴിഞ്ഞ ചില ആഴ്ചകളായോ മാസങ്ങളായോ നിങ്ങളുടെ ശരീരത്തിൽ മനസ്സിലാകാത്തൊരു തളർച്ച നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം. എത്ര ഉറങ്ങിയാലും എത്ര വിശ്രമിച്ചാലും ആ മനസ്സങ്കടം നിങ്ങളെ വിട്ടുപോയില്ല. ഒന്നിലും ഒരു പൂർണ്ണ താൽപ്പര്യമില്ലാതെ ഏതോ വലിയൊരു കാര്യം നഷ്ടപ്പെട്ടതുപോലെയുള്ള ശൂന്യത നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നിരിക്കും. തനിച്ചിരുന്ന് ചിന്തിക്കുമ്പോൾ വലിയൊരു ഭാരം നെഞ്ചിലെടുത്തുവെച്ചതുപോലെയുള്ള തോന്നൽ ഉള്ളിലുണ്ടായിട്ടുണ്ടാകും. നിങ്ങൾ തൊട്ടതെല്ലാം തുടക്കത്തിൽ നല്ല രീതിയിൽ പോകുമെന്ന പ്രതീക്ഷ തന്നിട്ട് പെട്ടെന്ന് പകുതി വഴിയിൽ ഒരു കാരണവുമില്ലാതെ നിന്നുപോയിട്ടുണ്ടാകാം. എന്തുകൊണ്ട് എനിക്ക് മാത്രം എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നു? നമ്മൾ ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തുകൊണ്ട് നമ്മൾ മാത്രം വീണ്ടും വീണ്ടും വഞ്ചിക്കപ്പെടുന്നുവെന്ന് പല രാത്രികളിൽ നിങ്ങൾ ഉറക്കം കളഞ്ഞ് ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആരും മുഖാമുഖം വഞ്ചന ചെയ്തിട്ടില്ലെങ്കിലും സാഹചര്യങ്ങളാൽ നിങ്ങൾ തോൽപ്പിക്കപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നുന്നു. ഇതിനെയെല്ലാം നിങ്ങളുടെ മോശം സമയമാണെന്നാണ് നിങ്ങൾ കരുതുന്നത്. എന്നാൽ സത്യം അതല്ല. ഒരു കൂറ്റൻ കെട്ടിടം പുതുതായി പണിയുന്നതിനു മുൻപ് അവിടെയുള്ള പഴയതും ബലഹീനവുമായ ചുവരുകളെല്ലാം ഇടിച്ചു നിരത്തേണ്ടിവരും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സന്തോഷത്തിന്റെ പുതിയ അധ്യായം തുടങ്ങുന്നതിനു മുൻപ് നിങ്ങൾക്ക് ചേരാത്ത, നിങ്ങളുടെ എനർജിക്ക് സെറ്റാകാത്ത എല്ലാറ്റിനെയും പ്രപഞ്ചം നിങ്ങളിൽ നിന്ന് പിഴുതെറിയുകയാണ്. ആ വേർപാടിന്റെ വേദനയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ശൂന്യത. നിങ്ങളെ ചുറ്റുമുള്ള അടുത്ത ആളുകൾ പോലും നിങ്ങളെ ശരിയായി മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ വളരെ നല്ല ഉദ്ദേശത്തോടെ ഒരു കാര്യം പറയാൻ വന്നാൽ അവർ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. നിങ്ങളുടെ യഥാർത്ഥ സ്നേഹത്തെയും നല്ല മനസ്സിനെയും ആരും അംഗീകരിക്കുന്നില്ലെന്ന വലിയൊരു ആഗ്രഹം ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. പുറത്ത് ചിരിച്ച് സാധാരണ മട്ടിൽ അഭിനയിച്ചാലും ഉള്ളിൽ 1000 ചോദ്യങ്ങൾ ഉറക്കെ ഓടുന്നുണ്ട്. എന്റെ ജീവിതം ഇങ്ങനെയൊരു വട്ടത്തിനുള്ളിൽ അവസാനിക്കുമോ? അതോ എനിക്കായും ഈ പ്രപഞ്ചം ഒരു മാസ്റ്റർ പ്ലാൻ വെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഇടയ്ക്കിടെ സ്വയം ചോദിക്കുന്നുണ്ട്. കുറച്ച് ക്ഷമയോടെ ശ്രദ്ധിച്ചു നോക്കൂ. അടുത്ത കാലത്തായി നിങ്ങൾക്ക് ചില ചെറിയ വിചിത്രമായ സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. പെട്ടെന്ന് കണ്ണു തുറന്ന് സമയം നോക്കുമ്പോൾ ഒരേപോലെയുള്ള സംഖ്യകൾ വീണ്ടും വീണ്ടും കണ്ണിൽപ്പെടാം. അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ വാക്ക് മറ്റാരെങ്കിലും വന്നു പറയാം. ഒരു കാരണവുമില്ലാതെ മനസ്സിൽ ഒരു ചിലിർപ്പും ആരോ നിങ്ങളെ പോസിറ്റീവായി സംരക്ഷിക്കുന്ന മട്ടിലുള്ള തോന്നലും ഉണ്ടായിട്ടുണ്ടാകും. ഇതെല്ലാം യാദൃച്ഛികമായി നടക്കുന്നുവെന്ന് നിങ്ങൾ സ്വയം ആശ്വസിക്കുന്നുണ്ടാകാം. എന്നാൽ അതാണ് യഥാർത്ഥ രഹസ്യം. പ്രപഞ്ചം നിങ്ങളുടെ എനർജി ലെവലുമായി കൃത്യമായി സിങ്കായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ മനസ്സിൽ അനുഭവിച്ച എല്ലാ ഏമാറ്റങ്ങൾക്കും വേദനകൾക്കും മറുപടി നൽകുന്ന ആ അപൂർവ സമയം വളരെ അടുത്തെത്തിക്കഴിഞ്ഞു. ഒരു സ്പ്രിംഗ് എത്രത്തോളം ടൈറ്റായി അമർത്തിവെക്കുന്നുവോ അത് റിലീസ് ചെയ്യുമ്പോൾ അത്രയും വലിയ വേഗതയിൽ തെറിച്ചടിക്കും. അതുപോലെയാണ് നിങ്ങളുടെ ജീവിതവും ഇപ്പോൾ ഒരു വലിയ ചാട്ടത്തിന് റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം എന്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പോസിറ്റീവ് എനർജി പതുക്കെ കടന്നുവരുന്നത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്കായാണ് ഈ വാക്കുകളെല്ലാം സംസാരിക്കുന്നത് എന്ന ശക്തമായ കണക്ഷൻ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ടാകും. ഈ ഓഗസ്റ്റ് മാസത്തിന്റെ ഈ നിർദ്ദിഷ്ട കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു പരിവർത്തന കാലഘട്ടമാണ്. അതായത് പഴയ എനർജിയിൽ നിന്ന് പുതിയ എനർജിയിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്ന അപാരമായ പരിണാമ വളർച്ചയാണിത്. ഇതുവരെ ഇറുക്കി അടച്ചിട്ടിരുന്ന ഒരു വാതിൽ ഇപ്പോൾ നിങ്ങൾക്കായി തനിയെ തുറക്കാൻ പോകുകയാണ്. നിങ്ങൾ വളരെക്കാലമായി ഒരു കാര്യത്തിനായി ആഗ്രഹിച്ച് കാത്തിരിക്കുന്നുണ്ടാകാം. അത് ലഭിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുമുണ്ടാകാം. എന്നാൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പുതിയ ദിശയിൽ നിന്ന് ആ കാര്യം ഇപ്പോൾ നിങ്ങളെ നോക്കി വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളിട്ട പ്ലാനുകളെല്ലാം പരാജയപ്പെട്ടു നിന്നപ്പോൾ പ്രപഞ്ചം അതിന്റെ മാസ്റ്റർ പ്ലാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിശബ്ദമായി നടപ്പിലാക്കാൻ തുടങ്ങി. ഇന്നലെ വരെ ഒരു വഴിയും കാണാതെ നിന്നിരുന്ന ഞാൻ
ഇന്നെങ്ങനെ പെട്ടെന്ന് ഇത്ര വേഗത്തിൽ മാറും എന്ന് നിങ്ങളുടെ മനസ്സിൽ വലിയൊരു ആശയക്കുഴപ്പമുണ്ടാകാം. പ്രകൃതി എപ്പോഴും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു വലിയ ചുഴലിക്കാറ്റ് വരുന്നതിനു മുൻപ് എങ്ങനെയാണോ ഭയാനകമായ ശാന്തതയുണ്ടാകുന്നത്, അതുപോലെ വലിയൊരു നല്ല കാര്യം നടക്കുന്നതിനു മുൻപ് വലിയൊരു ആശയക്കുഴപ്പവും ശൂന്യതയുമുണ്ടാകും. നിങ്ങൾ ആ ശൂന്യതയും താണ്ടി ഇപ്പോൾ വെളിച്ചത്തിന്റെ പ്രധാന വാതിലിൽ വന്ന് ഗാംഭീര്യത്തോടെ നിൽക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉള്ളിലൊരു പുതിയ എനർജി ജനിക്കും. എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് വിചാരിച്ച് ഭയന്ന പല കാര്യങ്ങളും വളരെ അനായാസമായി ഹാൻഡിൽ ചെയ്യുന്ന തരത്തിലുള്ള മനഃപക്വത നിങ്ങൾക്ക് തനിയെ വരും. ഇതുവരെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ശല്യമായിരുന്നവരും നിങ്ങളെ താഴ്ത്തി സംസാരിച്ചവരുമെല്ലാം ഇനി നിങ്ങളുടെ മുന്നിൽ വന്ന് കണ്ണിൽ നോക്കി സംസാരിക്കാൻ പോലും മടിക്കും. നിങ്ങൾക്കായി വലിയൊരു സുരക്ഷാവലയം പ്രപഞ്ചം ഇപ്പോൾ ചുറ്റും നിർമ്മിക്കുന്നുണ്ട്. സാമ്പത്തികം സംബന്ധിച്ച കാര്യങ്ങളിലും നിങ്ങൾ വളരെ വിലമതിച്ച ബന്ധങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം ഇപ്പോൾ തകരാൻ തുടങ്ങും. ഒരു കാര്യം കൈകളിൽ വരില്ല എന്ന് മനസ്സുകൊണ്ട് കഷ്ടപ്പെട്ട് ആശ്വസിച്ച് മാറിവന്നതായിരിക്കും. എന്നാൽ ലോകത്തിന്റെ ഏതു കോണിലാണെങ്കിലും അതേ കാര്യം ഇനി നിങ്ങളെ തേടിവരും. നിങ്ങളുടെ ശരീരത്തിൽ പോലും അടുത്ത ചില ദിവസങ്ങളിൽ ചില മാറ്റങ്ങൾ അനുഭവപ്പെടും. പെട്ടെന്നൊരു ഉന്മേഷം വരും. കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കുമ്പോൾ തന്നെ പുതിയൊരു വെളിച്ചവും വ്യക്തതയും കാണുന്നതായി തോന്നും. ഇതെല്ലാം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ഉള്ളിൽ ആഴത്തിലിറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി എന്നതിന്റെ ശക്തമായ ലക്ഷണങ്ങളാണ്. നിങ്ങളിനി പഴയ ആളല്ല. നിങ്ങളുടെ മൊത്തം വേർഷനും ഇപ്പോൾ അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞു. എന്നാൽ ഈ സന്തോഷത്തിന്റെ പുതിയ അധ്യായം തടസ്സങ്ങളൊന്നുമില്ലാതെ ആരംഭിക്കാൻ പ്രപഞ്ചം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചെറിയൊരു നിബന്ധനയുണ്ട്. പ്രപഞ്ചമെല്ലാം റെഡിയാക്കി നിങ്ങളുടെ കൈകളിൽ തരാൻ തയ്യാറാണ്. എന്നാൽ ആ പുതിയ കാര്യങ്ങൾ വാങ്ങാൻ നിങ്ങളുടെ കൈകളിലുള്ള പഴയ കുപ്പകളെയും ദേഷ്യങ്ങളെയും നിങ്ങൾ താഴെയിടണം. നിങ്ങളെ മുറിവേൽപ്പിച്ചവരെക്കുറിച്ചും കഴിഞ്ഞകാലത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ പുതിയ എനർജിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സ്ഥലമില്ലാതെ പോകും. അടുത്ത കുറച്ചു മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ഏതാനും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ജീവിതം മാറ്റുന്ന ഒരു വാർത്ത വരാൻ പോകുന്നു. അതൊരു ഫോൺ കോളാകാം, ആരോ ഒരാൾ യാദൃച്ഛികമായി പറയുന്ന വാക്കാകാം, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളിൽ തോന്നുന്ന പെട്ടെന്നുള്ള തീരുമാനവുമാകാം. ആ ഒറ്റ നിമിഷം നിങ്ങളുടെ ജീവിതത്തിന്റെ മൊത്തം റൂട്ടിനെയും തലകീഴായി മാറ്റാൻ പോകുകയാണ്. അത് ഏതു രൂപത്തിൽ വരുമെന്നോ ആരു വഴി വരുമെന്നോ ഇപ്പോൾ നിങ്ങൾക്കറിയില്ല. അത് രഹസ്യമായി സംരക്ഷിക്കപ്പെടുന്നു. എന്നാൽ അത് നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഉള്ളിൽ വലിയൊരു സ്പാർക്കടിക്കും. അതെ, ഇതാണ് എനിക്കുള്ളത്. ഇതിനായാണ് ഇത്രയും നാൾ വേദനകൾ സഹിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്തത് എന്ന് നിങ്ങളുടെ അന്തരാത്മാവ് ഉറക്കെ പറയും. ആ അപൂർവ നിമിഷത്തിനായി നിങ്ങളെ തയ്യാറാക്കുന്ന ജോലിയാണ് ഇപ്പോൾ തീവ്രമായി നടക്കുന്നത്. എന്നാൽ ആ വലിയ അവസരം നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ അവിടെ ചെറിയൊരു ട്വിസ്റ്റുണ്ടാകും. പ്രപഞ്ചം നിങ്ങളെ ടെസ്റ്റ് ചെയ്യാനായി ഒരു വല അവിടെ വിരിച്ചിട്ടുണ്ടാകും. ആ വലയിൽ കുടുങ്ങാതെ ആ അവസരം മാത്രം എങ്ങനെ കൈക്കലാക്കും എന്ന ഒറ്റ തീരുമാനത്തിലാണ് നിങ്ങളുടെ മുഴുവൻ ഭാവി സന്തോഷവും ഇരിക്കുന്നത്. ആ വല വേറൊന്നുമല്ല, നിങ്ങളുടെ കഴിഞ്ഞകാലത്തിന്റെ ചെറിയൊരു നിഴലാണത്. പുതിയൊരു നല്ല കാര്യം നടക്കുമ്പോൾ ശീലിച്ച പഴയ വഴിയിലേക്ക് നിങ്ങളെ വലിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇത് നമുക്ക് സെറ്റാകുമോ, പഴയ സ്ഥലത്തേക്ക് തന്നെ പോകാമോ എന്ന് മനസ്സ് ഒരു സെക്കൻഡ് പതറും. അതാണ് പ്രപഞ്ചം വെക്കുന്ന ചെറിയ ടെസ്റ്റ്. കാരണം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വലിയ സന്തോഷം അർഹതയോടെയാണോ വാങ്ങുന്നത് എന്ന് പ്രപഞ്ചം ചെക്ക് ചെയ്യും. നിങ്ങൾ അനുഭവിച്ച വേദനകൾക്കോ അകന്നുപോയ ബന്ധങ്ങൾക്കോ നഷ്ടപ്പെട്ട അവസരങ്ങൾക്കോ ഇനി നിങ്ങൾ ഒട്ടും ആഗ്രഹിക്കരുത്. ആ പഴയ കാര്യങ്ങൾ പൂർണ്ണമായി വലിച്ചെറിയാൻ തയ്യാറാണോ എന്ന ആ ഒറ്റ സെക്കൻഡ് തീരുമാനമാണ് പ്രപഞ്ചം ശ്രദ്ധിക്കുന്നത്. ഈ നിമിഷം മുതൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ സൂക്ഷ്മമായി ശ്രദ്ധിക്കൂ. വളരെ നാളായി സംസാരിക്കാതിരുന്ന ഒരാൾ പെട്ടെന്ന് കാൾ ചെയ്യാം, അല്ലെങ്കിൽ ബന്ധമില്ലാത്ത സ്ഥലത്തുനിന്ന് ഒരു ഓഫർ വരാം. നിങ്ങൾ വിശ്വസിച്ചവർ നിങ്ങളെ നിരസിക്കുമ്പോൾ അജ്ഞാതനായ ഒരാൾ വലിയ സഹായം ചെയ്ത് കടന്നുപോകാം. ഇതെല്ലാം യാദൃച്ഛികമായി നടക്കുന്നുവെന്ന് കരുതരുത്. ജീവിതത്തിന്റെ ദിശ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ പിന്നണിയിൽ വേഗത്തിൽ നടക്കുകയാണ്. ഇത്രയും നാൾ ഒരു ഇരുണ്ട മുറിക്കുള്ളിൽ പുറത്തുവരാൻ വഴിയില്ലാതെ മുട്ടിമോതുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ മുറിയുടെ ഒരു സുവർ തനിയെ ഇടിഞ്ഞുവീണ് വലിയ വെളിച്ചം ഉള്ളിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. ആ വെളിച്ചം നിങ്ങളുടെ മേൽ പതിക്കുമ്പോൾ ഉള്ളിലുണ്ടായിരുന്ന വലിയ ഭാരം കാറ്റിലലിയുന്നത് നിങ്ങൾ ആഴത്തിലറിയും. ഈ ഓഗസ്റ്റ് മാസത്തിലെ 13-ാം തീയതിക്ക് ചുറ്റും നടക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ഭാവനയ്ക്ക് അപ്പുറമുള്ളതായിരിക്കും. എന്തിനെ ഭയന്നുവോ, ഏതാണ് നിങ്ങളെ വിട്ടുപോകില്ല എന്ന് സങ്കടപ്പെട്ടുവോ, ആ കാര്യം നിങ്ങളെ വിട്ട് സ്ഥിരമായി അകന്നുപോകുന്ന സമയമാണിത്. ആ സ്ഥാനത്ത് നിങ്ങൾ വിചാരിക്കാത്ത പുതിയൊരു സമാധാനം വന്നിരിക്കും. റോഡിലൂടെ നടക്കുമ്പോഴോ വണ്ടിയിൽ പോകുമ്പോഴോ പെട്ടെന്നൊരു പാട്ട് കാതിൽ വീഴാം. ആ പാട്ടിലെ വരികൾ ആ നിമിഷം മനസ്സിലോടിയ ചോദ്യത്തിനുള്ള മറുപടിയാകാം. നിങ്ങളെ കടന്നുപോകുന്ന രണ്ടുപേർ സംസാരിക്കുന്ന വാക്കുകളിൽ നിങ്ങൾക്കുള്ള പ്രധാന മെസ്സേജ് ഉണ്ടാകാം.
ഇതെല്ലാം നിങ്ങൾ സങ്കൽപ്പിക്കുന്നതല്ല, പ്രപഞ്ചം അയക്കുന്ന നേരിട്ടുള്ള സൂചനകളാണ്. ചിലപ്പോൾ രാത്രി ഉറക്കം വരാതെ പെട്ടെന്ന് ഉണരുമ്പോൾ സമയം കൃത്യമായി പുലർച്ചെ 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ് അല്ലെങ്കിൽ പുലർച്ചെ 5 മണിയാകാൻ 16 മിനിറ്റ് എന്നിങ്ങനെ ഒരേപോലെയുള്ള നമ്പറുകൾ കാണാം. ചുറ്റും നേർത്ത കാറ്റ് വീശുന്നതുപോലെ ആരോ നിങ്ങളെ സ്നേഹത്തോടെ സംരക്ഷിക്കുന്നതുപോലെ തോന്നും. ഇതെല്ലാം നിങ്ങളുടെ എനർജി ലെവൽ വേറൊരു ഡൈമെൻഷനിലേക്ക് ഷിഫ്റ്റ് ആവുന്നതിന്റെ വെളിപ്പെടുത്തലാണ്. ഇന്നലെ വരെ നിങ്ങളെ ഒരു കാര്യമായി കൂട്ടാക്കാത്തവർ, സംസാരിക്കാൻ സമയം തരാത്തവർ ഇപ്പോൾ തനിയെ വന്ന് സംസാരിക്കാൻ ശ്രമിക്കും. നിങ്ങളിൽ പുതിയൊരു ആകർഷണ ശക്തി ഉണ്ടായിരിക്കുന്നു. കണ്ണുകളിൽ വ്യക്തതയും വാക്കുകളിൽ ആഴവും വന്നെത്തിയിട്ടുണ്ട്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വന്നുകഴിഞ്ഞു എന്നർത്ഥം. ഇതുവരെ നിങ്ങൾ നേരിട്ട തോൽവികളെല്ലാം പഠിപ്പിച്ച പാഠം ഒന്നേയുള്ളൂ: ആരെയും പൂർണ്ണമായി വിശ്വസിക്കരുത്. നിങ്ങൾക്കുള്ള ബലം നിങ്ങൾ മാത്രമാണ്. ആ പാഠം നിങ്ങൾ പൂർണ്ണമായി പഠിച്ചുകഴിഞ്ഞു. നിങ്ങളുടെ കർമ്മ സൈക്കിൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ഇനി നിങ്ങളെ തേടിവരാൻ പോകുന്നത് നിങ്ങൾ സഹിച്ച കഷ്ടപ്പാടുകൾക്കുള്ള റിവാർഡുകളാണ്. അതായത് പ്രപഞ്ചം നൽകാൻ പോകുന്ന കൂറ്റൻ സമ്മാനങ്ങൾ. ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളിപ്പോൾ ആകുലപ്പെടാറില്ല. ആര് മാറ്റി നിർത്തിയാലും തെറ്റു പറഞ്ഞാലും അതിനെയെല്ലാം തൂത്തുതട്ടിക്കളഞ്ഞ് ലക്ഷ്യത്തിലേക്ക് വേഗത്തിൽ നടക്കാൻ തുടങ്ങി. ഈ മനപ്പക്വതയാണ് പ്രപഞ്ചം കാത്തിരുന്ന കാര്യം. അടഞ്ഞുകിടന്ന പ്രധാന വാതിൽ പതുക്കെ തുറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനു പിന്നിൽ നിങ്ങൾ ആഗ്രഹിച്ച് ഉപേക്ഷിച്ച വലിയൊരു കാര്യം നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. ചിലർക്ക് പുതിയ ജോലി ലഭിക്കാം, ചിലർക്ക് സാമ്പത്തിക മാറ്റം വരാം, ചിലർക്ക് നല്ലൊരു ബന്ധം തേടിയെത്താം. എല്ലാവർക്കും ഓരോ രീതിയിലായിരിക്കും. എന്നാൽ എല്ലാവർക്കും പൊതുവായ കാര്യം ജീവിതം മാറിയെന്ന പെരുമൂച്ചാണ്. ഇനി തനിച്ചാണെന്ന് കരുതരുത്. കണ്ണിനിറ്റി കാണാത്ത വലിയൊരു ശക്തി നിങ്ങൾക്കുള്ള വഴി തെളിയിക്കുകയാണ്. നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ധൈര്യമായി മുന്നോട്ട് ചുവടുവെക്കുക മാത്രം ചെയ്യുക. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ദിശയിൽ നിന്ന് ഒരു മെസ്സേജോ ആളോ തേടിയെത്തും. ആ വരവ് വലിയൊരു തരംഗം സൃഷ്ടിക്കും. ഇത്രയും വർഷമായി നിങ്ങൾ തിരഞ്ഞ വലിയ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ വാക്ക്. ആ നിമിഷം നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറുന്നത് നിങ്ങൾ കാണും. നിങ്ങളെ അടിച്ചമർത്തിയിരുന്ന ഭാരം കാറ്റിലലിയുന്നത് നിങ്ങളറിയും. ഇനി നിങ്ങളെ ആർക്കും ഏമാറ്റാൻ കഴിയില്ല. ഉള്ളുണർവ് ഒരു റഡാർ പോലെ പ്രവർത്തിക്കും. മുൻപുണ്ടായ ഓരോ പരാജയവും നിങ്ങളെ ഈ നിമിഷത്തിനായി തയ്യാറാക്കിയ പരിശീലന ക്ലാസ്സായിരുന്നു എന്ന് മനസ്സിലാകും. രാത്രിയിലെ കരച്ചിലിന്റെ നാളുകൾ അവസാനിച്ചു. ഇനി കുട്ടികളെപ്പോലെ സമാധാനമായി ഉറങ്ങാൻ കഴിയും. നിങ്ങളുടെ ഉള്ളിലിപ്പോൾ വലിയൊരു ശാന്തത നിലനിൽക്കുന്നുണ്ടാകും. പുറത്ത് എത്ര വലിയ ശബ്ദമോ പ്രശ്നങ്ങളോ നടന്നാലും അത് നിങ്ങളെ ബാധിക്കില്ല. ഈ ശാന്തതയാണ് വലിയ വിജയങ്ങൾക്കുള്ള തറക്കല്ല്. രണ്ട് മനസ്സോടെ നിന്ന കുഴപ്പങ്ങൾക്ക് ഇനി സ്ഥാനമില്ല. ഉള്ളിൽ നിന്നുള്ള ഒറ്റ ശബ്ദം നിങ്ങളെ വഴി നടത്തും. എന്നാൽ ഇപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വലിയ മാറ്റം നടക്കുമ്പോൾ നിങ്ങളെ പഴയ സ്ഥാനത്തേക്ക് തിരിച്ചുവലിക്കാൻ ചില ശക്തികൾ ശ്രമിക്കും. മുറിവേൽപ്പിച്ച ആളുകളോ പഴയ ശീലങ്ങളോ മുന്നിൽ വരാം. ആ വലയിൽ വീഴരുത്. മുന്നിലുള്ള പാത മാത്രം ഉറച്ചു നോക്കി നടക്കുക. പിന്നിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിലെ ഈ പുതിയ എനർജിയെക്കുറിച്ച് എല്ലാവരോടും പറയാൻ നിൽക്കരുത്. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സുരക്ഷിതമായി വെച്ച് വളർത്തുക. അവസരങ്ങൾക്കോ തീരുമാനങ്ങൾക്കോ തിടുക്കം കൂട്ടരുത്. വിധി കൃത്യമായ സമയത്ത് കാര്യങ്ങൾ ചെയ്യും. ഉള്ളിൽ തോന്നുന്ന ചെറിയ സൂചനകളെപ്പോലും തള്ളിക്കളയരുത്. അന്തരാത്മാവ് പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇതുവരെ നിങ്ങൾ സഹിച്ച കണ്ണീർത്തുള്ളികളാണ് നിങ്ങളെ ഈ ദിവസത്തിനായി കൊത്തിയെടുത്തത്. നിങ്ങളെ അധിക്ഷേപിച്ചവർക്ക് വാക്കുകൾ കൊണ്ട് മറുപടി നൽകേണ്ടതില്ല. നിങ്ങളുടെ ഈ വലിയ വളർച്ചയാണ് അവർക്കുള്ള മറുപടി. നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാകുന്ന കാലഘട്ടത്തിലേക്ക് നിങ്ങൾ കാലെടുത്തു വെച്ചുകഴിഞ്ഞു. യാതൊരു ഭയവുമില്ലാതെ പുഞ്ചിരിയോടെ ഈ പുതിയ ജീവിതത്തെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാകൂ. നിങ്ങൾ സ്വയം പൂർണ്ണമായി വിശ്വസിക്കൂ. നിങ്ങൾക്കുള്ള സുവർണ സമയം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു.